ഒരു കടം തീർക്കാണ്ട് ഞങ്ങളൊരു ആളെ വിളി. ഞങ്ങളുടെ നിഷാന പപ്പ പറഞ്ഞത് ആരും കാണിക്കില്ലെന്നാണ് ഒളിപ്പിച്ചു വെക്കാനാണ് പപ്പ പറഞ്ഞിരിക്കുന്നത്. പറയണു. അല്ല സർപ്രൈസ് സർപ്രൈസ് നമ്മുടെ എന്റെ സർപ്രൈസ് ലീക്കായി. എക്സ്ക്ലൂസീവ്. എന്താ പറയണ്ടേ? പറയാം. പറയണോ തന്നെ പപ്പ എന്നെ കൊല്ലും. ഇത് ആരും ഷൂട്ടിയില്ലെന്ന് പറഞ്ഞ ഭാഗമായിരുന്നു. പറയാം. അതെ ഇത് പേര് ലിനു എന്നാണ്. ഞങ്ങളിത് വളരെ രഹസ്യമായി മുന്നോട്ട് വെച്ച് ആരും അറിയിക്കാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ എല്ലാവരെങ്കിലും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇവിടെ സീക്രട്ട് ഇവിടെ നമുക്കെല്ലാം അങ്ങനെ മറച്ചാക്കാൻ പറ്റാത്തതുകൊണ്ടും ഇവിടെ ഇങ്ങനെ. അപ്പൊ പേര് ലിനു. മതിയായോ? അമ്മയും കൊച്ചുമോളെല്ലാം അപ്പുറം നിൽക്കണം. അമ്മയും കൊച്ചുമോളെ ഒന്ന് സൈഡ് കയറണം. സൈഡ് ഹാപ്പിയാണ്. എല്ലാരും കണ്ടപ്പോ ഒരുപാട് ഹാപ്പി. ഞാൻ ഇത്ര ആൾക്കാർ ഇവിടെ ഇത്ര ആൾക്കാർ ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന തന്നെ വലിയ കാര്യമല്ലേ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത്, ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ എൻ്റെ കൂടെ വിരിച്ചേട്ടനും നമ്മുടെ ഷമീറിക്കൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ ഒറ്റക്കാ കയറി പോകുന്നേ. അപ്പോൾ ഞാനിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാനൊരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ബിഗ് ബോസിലേക്ക് ഞാൻ എത്തിയ സമയത്ത് ഞാൻ ലാലേട്ടൻ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്, 19 പേരിൽ ആ ഹൗസിലുണ്ടായിരുന്ന 19 പേരിൽ ഏറ്റവും കുറവ് ആൾക്കാർക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ എന്നാർക്കും അങ്ങനെ അറിയില്ല എൻ്റെ വീഡിയോസ്. പ്രഡിക്ഷൻസിലൊക്കെ ആൾക്കാർ എന്നെ കണ്ടിട്ട് എൻ്റെ കുറച്ച് വീഡിയോസ് നോക്കിയത് അല്ലാണ്ട് ആർക്കും തന്നെ എന്നെ അറിയില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാനിവിടേക്ക് ഒരു 90 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ രീതിയിലേക്ക് ഇവിടെ എത്താൻ സാധിക്കും എന്ന് പറയുമ്പോൾ അതെൻ്റെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി. ഞാൻ തിരിച്ചവിടേക്ക് കയറുന്ന സമയത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആക്ച്വലി അതൊരു 49 ദിവസമാണ് എൻ്റെ ഹീലിംഗ് ടൈം പറഞ്ഞിരുന്നത്. 49 ദിവസം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഹൗസിലേക്ക് ആക്ച്വലി എൻ്റർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ എൻ്റെ നിർബന്ധമായിരുന്നു എനിക്ക് കയറണം എന്നുള്ളത്. ഞാൻ അവിടുത്തെ ഒരുപാട് തവണ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് കയറണം എന്നുള്ളത്. എന്നെ ഒരുപാട് നന്നായിട്ട് തന്നെ അവർ ടേക്ക് കെയർ ചെയ്തു. ഐ മീൻ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, എൻ്റെ മോഷൻ ആയിക്കോട്ടെ, അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ആഫ്റ്റർ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ ദിവസങ്ങളും അവർ അത്രയും ബെസ്റ്റ് ആയിട്ടാണ് എന്നെ അവിടെ നോക്കിയത്. അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ വീക്കിൽ എനിക്ക് വിഷു എപ്പിസോഡിൽ കയറണമെന്നുണ്ടായിരുന്നു. ഞാൻ വിഷു എപ്പിസോഡിൽ കയറണമെന്ന് ഞാൻ പറയുന്ന സമയത്തും എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, സിജോ ഇപ്പോൾ ഫിസിക്കലി ഇപ്പോൾ ഓക്കെ അല്ല, റെസ്റ്റ് എടുക്കണം. അങ്ങനെ എന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാ വീക്കും കൊണ്ടുപോകും, ചെക്കപ്പ് നടത്തും. അങ്ങനെ ഞാൻ ഫിസിക്കലി ഓക്കെ ആയി. വായിൽ എൻ്റെ 4 സ്ക്രൂവും 12 ബാൻഡേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അഴിച്ചതിന് ശേഷമാണ് ഞാൻ കയറുന്നത്. അപ്പോൾ അവരെ അത്രയും മനോഹരമായിട്ടാണ് എന്നെ നോക്കിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഈ യാത്രയെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ആ ഒരു രണ്ടാമത് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട്. പിന്നെ ഞാൻ അവിടെ അത്രയും ദിവസം ഞാൻ ചെന്നൈയിൽ തന്നെ അവിടെ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാഴ്ച അതും എനിക്ക് ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ അവിടെ TV ഇല്ല, പത്രമില്ല, അങ്ങനെ ഒന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു 25 ദിവസത്തോളം ഞാൻ അവിടെ ഇങ്ങനെ ഒരു അണ്ടറിൽ താമസിച്ചിട്ട് തിരിച്ച് വരിക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു.
പിന്നെ നിങ്ങൾ എന്റെ തീപ്പൊരിയെ പറ്റിയൊക്കെ ചോദിച്ചു, ഞാൻ പറയാം. അല്ല അതല്ല, ഇപ്പൊ ഞങ്ങളിപ്പോ ഓൾറെഡി ഇപ്പൊ ഞാൻ നേരത്തെ ബൈറ്റ് എടുത്തിട്ടില്ല. സംബന്ധിച്ചാൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. സിജോ എവിക്ഷനെ വിട്ട് ഭയങ്കര ചർച്ച നടക്കുന്നു. കാരണം സിജോ ഇപ്പൊ ഔട്ട് ആവേണ്ട ആളല്ല. സിജോ ഫൈനൽ 5 വരേണ്ട ആളാണ്. കപ്പടിക്കാൻ പോലും ചാൻസ് ഉള്ള ആളാണെന്ന് പുറത്തുള്ള വിഷയമാണ്. ഇപ്പൊ ഈ എവിക്ഷൻ അൺഫെയർ ആയിട്ട് സിജോക്ക് തോന്നുന്നുണ്ടോ? അല്ല, അൺഫെയർ എന്നല്ല. ഞാനിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്റെ പ്രതീക്ഷക്കൊത്ത് എല്ലാ കാര്യങ്ങളും നീങ്ങില്ല. എന്റെ എന്നല്ല, നമ്മുടെ ഇപ്പം നമ്മൾ ആര് ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി പോയാലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്ത് ഒരിക്കലും ബിഗ് ബോസ് മുന്നോട്ട് പോവില്ല. ബിഗ് ബോസ് ഓൾറെഡി അൺപ്രഡിക്റ്റബിൾ ആണ്. ഇത് മാറ്റി പിടിക്കുന്ന സീസണാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആഗ്രഹങ്ങളാണ് നിൽക്കുക, അവിടെ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഇപ്പൊ എന്റെ കൂടെയുള്ള സായി ആയിക്കോട്ടെ, നിഷാനെ ആയിക്കോട്ടെ, നന്ദൂട്ടൻ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ്? അവിടെ 100 ഡേയ്സ് നിൽക്കുക, കപ്പടിക്കുക എന്നുള്ള എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വോട്ട്, നമ്മുടെ പെർഫോമൻസ്, പിന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ ഒരുപാട് നമ്മുടെ തുണക്കണം. കാരണം ഒരു ദിവസം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ എപ്പിസോഡായിരിക്കാം. ലൈവ് കമ്പാരിറ്റീവ്ലി കൗണ്ട് നിങ്ങൾക്ക് അറിയാം എന്നെക്കാൾ കൂടുതലായിട്ട്. അപ്പം നമ്മൾ ഇപ്പം ഒരേ സമയത്ത് ലൈവിലാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ അവിടെ 10-12 പേരുള്ള സമയത്ത് ഞാൻ സംസാരിക്കുന്നു, സായി സംസാരിക്കുന്നു, ഞങ്ങളെല്ലാം പല സ്ഥലത്തായിരിക്കും സംസാരിക്കുന്നത്. അതിന്റെ അറ്റ് എ ടൈം എല്ലാ ഫുട്ടേജും പുറത്തു വരണമെന്ന് പോലും നിർബന്ധമില്ല. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട ഫുട്ടേജ് ആയിരിക്കും പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് ലക്ക് ഫാക്ടർ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ പ്രേക്ഷകർ വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഫൈനൽ 5ലേക്ക് എത്തണം, കപ്പ് ഉയർത്തണം. പ്രത്യേകിച്ച് രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് 58 സീസൺ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടാണ് ആൾ ഓപ്പറേഷൻ ചെയ്ത് പുറത്തുപോയി തിരിച്ചു വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും, തീർച്ചയായിട്ടും ഒരു കപ്പടിക്കണം എന്നുള്ളത്. അതിന്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ ആ ആഗ്രഹം കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ദുഃഖിച്ചിരിക്കാനോ അല്ലെങ്കിൽ